നമസ്കാരം. സിഗ്നലുകളില്ലാതെ കുതിച്ചുപായാൻ 6 വരിയായി പണിയുന്ന കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയിൽ വണ്ടിയോടിക്കാവുന്ന പരമാവധി വേഗം എത്രയാണ്? മണിക്കൂറിൽ 100 കിലോമീറ്റർ. അപകടം ഭയന്നാണ് സർക്കാർ അത് ചെയ്യുന്നത്. 7 മണിക്കൂർ കൊണ്ട് തലസ്ഥാനത്ത് നിന്ന് കാസർഗോഡ് എത്താൻ പണിത 603 കിലോമീറ്റർ റോഡിലെ വേഗ നിയന്ത്രണം ജനങ്ങൾക്ക് ഗുണകരമാകുമോ അതോ വേഗത കൂടിക്കഴിഞ്ഞാൽ പെറ്റിയടിച്ചു മുടിയുമോ എന്നറിയാം. അതായത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ 6 വരിയായിട്ടുള്ള ദേശീയപാത 66 വികസിപ്പിക്കുന്നത് സിഗ്നലുകൾ ഇല്ലാതെ അതിവേഗ യാത്രയ്ക്ക് സൗകര്യമൊരുക്കാനാണ്. പക്ഷേ ഈ 6 വരി പാതയിലൂടെയുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 110 കിലോമീറ്ററിൽ നിന്ന് 100 കുറച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. ഭയം കൊണ്ടാണ് കേട്ടോ. 6 വരി പാതയിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത് ചെയ്യുന്നത്. 603 കിലോമീറ്റർ നീളത്തിൽ സിഗ്നലുകൾ ഇല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ പ്രധാന പാതയാണ് കാസർഗോഡ് കഴക്കൂട്ടം ദേശീയപാത. ഈ പാതയിൽ വീതിയേറിയ മീഡിയനുകളുമില്ല. പകരം ഇരുവശവുമുള്ള 3 വരി പാതകളെ വേർതിരിക്കുവാൻ 0.6 മീറ്റർ മാത്രം വീതിയുള്ള ന്യൂ ജേഴ്സി ബാരിയർ സ്ഥാപിക്കുവാനുള്ള തീരുമാനം മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദേശീയപാത 6 വരിയാക്കുന്ന പണി അതിവേഗം പുരോഗമിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയിൽ മണിക്കൂറുകൾ നമുക്ക് ലാഭിച്ചെടുക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 6 വരി പാതയിലെ വാഹനങ്ങളുടെ പരമാവധി വേഗമാണ് 100 കിലോമീറ്റർ എന്ന് പറയപ്പെടുന്നത്. അതിന് മുകളിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് പെറ്റി ചുമത്തും എന്നുള്ളത് ഉറപ്പ്. അതിശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് 6 വരി ദേശീയപാതയിൽ വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുന്നത് പോലും GPS അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെയായിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. M1 വിഭാഗത്തിൽപ്പെടുന്ന ഡ്രൈവറെ കൂടാതെ 8 സീറ്റിൽ അധികമില്ലാത്ത വാഹനങ്ങളുടെ വേഗപരിധിയാണ് 100 കിലോമീറ്റർ എന്നത്. ഡ്രൈവറെ കൂടാതെ 9 അതിൽ കൂടുതലോ സീറ്റുള്ള M2, M3 കാറ്റഗറി വാഹനങ്ങളുടെ വേഗപരിധി 95 കിലോമീറ്ററിൽ നിന്ന് 90 കിലോമീറ്ററായി കുറച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഗതാഗത വകുപ്പ് ഇത്തരത്തിൽ വേഗത പരിഷ്കരിച്ചിരിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ വർഷമാണ് 6 വരി പാതയിൽ ഈ കാറ്റഗറി വാഹനങ്ങളുടെ വേഗത 95-110 കിലോമീറ്ററായി നിശ്ചയിച്ചിരുന്നത്. അതിനു മുൻപ് അനുവദിച്ചിരുന്ന പരമാവധി വേഗത 80 കിലോമീറ്റർ ആയിരുന്നു. M1, M2, M3 കാറ്റഗറി വാഹനങ്ങൾക്ക് ദേശീയപാത 4 വരി പാതയിൽ പരമാവധി വേഗത്തിൽ എന്തെങ്കിലും മാറ്റം ഗസറ്റ് വിജ്ഞാപനത്തിൽ ഇപ്പോൾ പരാമർശിക്കുന്നുമില്ല. കാരണം അതങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. 2023 ജൂണിൽ പുറത്തിറക്കിയ വേഗപരിധി വിജ്ഞാപന പ്രകാരം ദേശീയപാത 4 വരി പാതയിൽ M1, M2, M3 വിഭാഗം വാഹനങ്ങൾക്ക് യഥാക്രമം 100 കിലോമീറ്ററും 90 കിലോമീറ്ററുമാണ് വേഗപരിധി എന്നുള്ളത്. ദേശീയപാതയിൽ മാത്രമല്ല മറ്റു റോഡുകളിലും കേരളത്തിലും വേഗത കുറവാണ്. നഗര റോഡുകളിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 കിലോമീറ്റർ വരെയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് അവ സഞ്ചരിക്കുന്ന പാത അനുസരിച്ചാണ് വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഇരുചക്ര വാഹനങ്ങൾ നഗര റോഡുകളിൽ 50 കിലോമീറ്റർ, മറ്റെല്ലാ റോഡുകളിലും 60 കിലോമീറ്ററാണ് വേഗത. മുച്ചക്ര വാഹനങ്ങൾ, സ്കൂൾ ബസ് എന്നിവയ്ക്ക് എല്ലാ റോഡുകളിലെയും വേഗപരിധി 50 കിലോമീറ്ററാണ്. ലൈറ്റ്, മീഡിയം, ഹെവി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചരക്ക് വാഹനങ്ങൾക്ക് 6 വരി, 4 വരി ദേശീയപാതകളിൽ 80 കിലോമീറ്ററും മറ്റു ദേശീയപാതകളിൽ 4 വരി സംസ്ഥാന പാതകളിലും 70 കിലോമീറ്ററും മറ്റു സംസ്ഥാന പാതകളിൽ പ്രധാന ജില്ലാ റോഡുകളിലും 65 കിലോമീറ്ററും മറ്റു റോഡുകളിൽ 60 കിലോമീറ്ററും നഗര റോഡുകളിൽ 50 കിലോമീറ്ററായും നിജപ്പെടുത്തുന്നുണ്ട്. ഇത് വേഗത നിജപ്പെടുത്തുന്നത് അപകടം ഒഴിവാക്കാനാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളിൽ ഗണ്യഭാഗവും ഇരുചക്ര വാഹനങ്ങൾ ആയതിനാലാണ് അവയുടെ പരമാവധി വേഗത പരിധി 70 കിലോമീറ്ററിൽ ചുരുക്കുന്നത്, അല്ലെങ്കിൽ 70 കിലോമീറ്ററിൽ നിന്ന് 60 കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. പുതിയ 6 വരി പാതയിൽ സിഗ്നലുകൾ ഒഴിവാക്കിയതിന് പകരം റോഡ് മറികടക്കാൻ വേണ്ടി അടിപ്പാതകൾ, കാൽനടപ്പാതകൾ ഇവയൊക്കെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ഭാഗത്ത് മാത്രമാകും സിഗ്നൽ ഉണ്ടാകുക. നിലവിൽ ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പഴയ റോഡിന് പകരം പുതിയ മേൽപ്പാലം വരും. ചിലയിടങ്ങളിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതകൾ കൂടി ഉണ്ടാകും. അങ്ങനെയാണ് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ആകെ 400-ലധികം അടിപ്പാതകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള അടിപ്പാത നിർമ്മാണം. കാൽനടക്കാർക്ക് മറുവശത്തെത്താൻ നടപ്പാതകളും ഉണ്ടാകും. റോഡ് വിഭജിക്കാൻ മീഡിയനുകൾ ഉണ്ടാവില്ല. ഇവ നിർമ്മിക്കുവാൻ കൂടുതൽ സ്ഥലം വേണമെന്നുള്ളത് കൊണ്ടാണ് അത് നടപ്പിലാക്കാത്തത്. 6 വരി റോഡ് മീഡിയൻ വെച്ച് നിർമ്മിക്കുവാൻ 60 മീറ്റർ സ്ഥലം ആവശ്യമാണ്. എന്നാൽ 45 മീറ്ററിലാണ് ഇപ്പോഴത്തെ റോഡ് നിർമ്മാണം നടക്കുന്നത്. പകരം ന്യൂജേഴ്സി ബാരിയർ ഉപയോഗിച്ചായിരിക്കും റോഡ് വിഭജനം നടക്കുക. ബാരിയറിന് 0.61 മീറ്റർ വീതിയായിരിക്കും ഉണ്ടാവുക. ഇനി 12 ടോൾ ബൂത്തുകളാണ് ദേശീയപാത 66 വരുന്നത്. സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറുവാനും തിരിച്ചിറങ്ങുവാനുമുള്ള ഈ സ്റ്റോറേജ് ലൈനുകൾ ഇതിനകത്തുണ്ടാകില്ല. നിലവിൽ 4 വരിയായി നിർമ്മിച്ച കഴക്കൂട്ടം കാരോട് റീച്ചിൽ
സ്റ്റോറേജ് ലൈൻ ഇപ്പോൾ നിലവിലുണ്ട്, പക്ഷേ മറ്റ് ഭാഗങ്ങളിലേക്ക് അതുണ്ടാവില്ല. പുതിയ പാതയിൽ സർവീസ് റോഡ് വഴി മാത്രമേ പ്രധാന റോഡിലേക്ക് കടക്കാൻ കഴിയൂ. ഇടയ്ക്കൊന്നും റോഡ് മുറിച്ചു കടക്കുവാനുള്ള വഴി ഉണ്ടാകില്ല. നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് മണിക്കൂർ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും 7 മണിക്കൂറിൽ നമുക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരാം എന്നുള്ളതാണ്. റോഡിൽ യു ടേൺ എന്ന് പറയപ്പെടുന്ന സംവിധാനം ഉണ്ടാകില്ല. മറുവശത്തേക്ക് കടക്കുവാൻ അടിപ്പാതയോ മേൽപ്പാതയോ ഉപയോഗിക്കേണ്ടി വരും. 3-5 കിലോമീറ്റർ പിന്നിടുമ്പോൾ സർവീസ് റോഡിലേക്ക് പ്രവേശനം ഉണ്ടാകുകയും ചെയ്യും. സർവീസ് റോഡിൻ്റെ വീതി എന്ന് പറയപ്പെടുന്ന 12 മീറ്ററിൽ നിന്ന് 7 മീറ്ററായി കുറയ്ക്കുകയും ചെയ്യും. ഇരുവശത്തുമായി കുറഞ്ഞത് 10 മീറ്റർ ഉണ്ടാകും. 60 മീറ്റർ വീതിയിൽ തീർക്കേണ്ട റോഡ് കേരളത്തിൽ നിർമ്മിക്കുന്നത് 45 മീറ്ററിലാണ്. പ്രധാന 6 വരി പാതയുടെ വീതി കുറച്ചിട്ടുമില്ല. പകരം മീഡിയനുകളുടെയും സർവീസ് റോഡിൻ്റെയും വീതി കുറച്ചാണ് സ്ഥലം ലാഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ദേശീയപാതകളിലെ ടോൾ ബൂത്തുകളും വൈകാതെ തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് GPS ടോൾ സംവിധാനത്തിലേക്ക് മാറുന്നതോടുകൂടിയാണ് അത്തരത്തിലുണ്ടാകാൻ പോകുന്നത്. ദേശീയപാതയിലൂടെ ഓടുന്ന ദൂരം GPS കണക്കാക്കി ഫീസ് ഈടാക്കുന്ന ഒരു സംവിധാനമാണ് അത്തരത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സിഗ്നലുകളില്ലാതെ കുതിച്ചു പായുവാൻ ടോൾ ബൂത്തുകൾ പോലും ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുതിച്ചു പായുവാൻ തയ്യാറെടുക്കുന്ന ഒരു പുതിയ റോഡ് സംവിധാനം ഉണ്ടാകുന്നു. സിഗ്നലുകൾ ഉണ്ടാകില്ല, പക്ഷേ 7 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും. ആ പുതിയ പാത യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാരുകൾ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ അത്തരത്തിലുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുകയും ചെയ്യും.